KSU സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് അലോഷ്യസ് സേവ്യർ. സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് നടപടി. പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക്. പ്രശാന്ത്, ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ രാജിവെച്ചിരിക്കുകയാണ്. സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജിവെച്ചിരിക്കുന്നത്. പൂഞ്ഞാറും അതോടൊപ്പം തന്നെ ഇടുക്കിയും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവിടേക്ക് ഇടുക്കിയിലും പൂഞ്ഞാറിലും അലോഷ്യസ് സേവ്യറിനെ പ്രതീക്ഷിച്ചെങ്കിൽ പോലും സീറ്റ് പരിഗണിക്കുന്നില്ല, രണ്ടാം ഘട്ടത്തിലും പരിഗണിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതേ തുടർന്നാണ് രാജിവെക്കുന്നത്. രാജിക്കത്ത് NSU ദേശീയ സംസ്ഥാന NSU അധ്യക്ഷന് കൈമാറിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: പ്രസിഡന്റിനോട് ആദരവോടെ അറിയിക്കുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSUവിന്റെ മൂല്യങ്ങളെ KSUവിൽ സംസ്ഥാന പ്രസിഡന്റായി ഞാൻ പ്രവർത്തിച്ചു വരികയായിരുന്നു. കാലയളവിൽ പാർട്ടിയുടെ മൂല്യങ്ങൾക്കും ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി അനവധി സമരങ്ങൾ നയിക്കാൻ എനിക്ക് സാധിച്ചു. ജനാധിപത്യത്തിനും അവസരം ലഭിച്ചു. കഴിഞ്ഞ 10 വർഷങ്ങളായി സംസ്ഥാനത്ത് സർക്കാരിനെതിരെ, ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തെരുവുകളിൽ പോരാടി പോലീസിന്റെ അതിക്രമങ്ങൾ നേരിട്ട് ജയിലുകളിൽ കിടന്നു. KSUവിന് പ്രവർത്തകർക്കും എന്നാൽ ഈ സമരങ്ങളുടെ എല്ലാം ആത്മാവും ത്യാഗവും പരിഗണിക്കാതെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KSUവിന് അർഹമായ പ്രാതിനിധ്യം നൽകിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ രാജിവെക്കുന്നത്. അങ്ങനെ ഒരു രാജിക്കത്ത് കൂടി NSUവിന്റെ നാഷണൽ സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉൾപ്പെടുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ KSUവിന്റെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ കൂടി രാജിവെക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് കോൺഗ്രസിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ലഭിക്കുന്ന ഒരു സാഹചര്യത്തോടെയാണ് കടന്നു പോകുന്നത്. അതിനിടയിലാണ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ കൂടി രാജിവെക്കുന്നത്. രാജിക്കത്തിൽ വ്യക്തമായി ഇത്തരത്തിൽ നേതൃത്വത്തെ അടക്കം കുറ്റപ്പെടുത്തി പറയുന്ന ഒരു സാഹചര്യം അക്കമിട്ട് നിർത്തുന്നു. കഴിഞ്ഞ 10 വർഷത്തിലേറിയാൽ KSUവുമായി പ്രവർത്തിച്ചു വരികയാണ്. KSUവിന്റെ ഒട്ടേറെ സമര പോരാട്ടങ്ങൾ നയിച്ചു, സർക്കാരിനെതിരെ നിരവധി സമരങ്ങൾ നയിച്ചു. എന്നാൽ ഇത്തരം സമരങ്ങളൊക്കെ നയിച്ചെങ്കിൽ പോലും അർഹമായ ഒരു പ്രാതിനിധ്യം തനിക്ക് ലഭിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അലോഷ്യസ് സേവ്യർ ഈ രാജിക്കത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകരെ ഭാവി തലമുറ, KSUവിന്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ് താൻ രാജിവെക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ രാജിവെച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് രാജിക്കത്ത് നൽകിയെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജിക്കത്തിൽ ഉടനീളം കൃത്യമായി പല രീതിയിൽ ഈ നേതൃത്വത്തെ വിമർശിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ മറ്റ് KSUവിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് സീറ്റ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്മാർക്ക് എല്ലാവർക്കും സീറ്റ് നൽകിയിരുന്നു. എന്നാൽ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന അലോഷ്യസ് സേവ്യറിന് സീറ്റ് നൽകിയില്ല. ഇതാണ് അലോഷ്യസിനെ പ്രകോപിതനാക്കിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് പിന്നാലെയാണ് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. രാജിവെക്കുമെന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നു. കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം, KPCC നേതൃത്വം ഇവരെ എല്ലാവരെയും ഇക്കാര്യം അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് NSUവിന്റെ നാഷണൽ സെക്രട്ടറിക്ക് ഇത്തരത്തിൽ ഈ കത്ത് കൈമാറിയിരിക്കുന്നത്. അതിൽ കുറ്റപ്പെടുത്തലുകൾ നിരവധിയുണ്ട്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ എല്ലാം അലോഷ്യസ് സേവ്യർ കുറ്റപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള അവഗണന തനിക്കുണ്ടായി, യുവാക്കളെ അവഗണിച്ചിരിക്കുന്നു. ഇത്തരം അവഗണിച്ചതിന് യുവാക്കളെ ഒന്നടങ്കം അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സർക്കാരിന്റെ ജനവിരുദ്ധ നടപടിക്കെതിരെ പിണറായി സർക്കാരിനെതിരെ 10 വർഷത്തോളം അധികമായി താൻ പോരാടുന്നു, ജയിലിൽ കിടക്കുന്നു, സമര പോരാട്ടങ്ങൾ നയിച്ചിരുന്നു. എന്നാൽ ഇത്തരം സമര പോരാട്ടങ്ങളെയും പ്രയത്നങ്ങളെയും ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് നേതൃത്വം സ്വീകരിച്ചത്, KPCC നേതൃത്വം സ്വീകരിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് തനിക്ക് രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അലോഷ്യസ് സേവ്യർ രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ നടക്കുന്നത്. ഇത്തരത്തിലൊരു രാജി കൂടി ഉണ്ടാകുമ്പോൾ അത് യുവാക്കളിൽ നിന്നും KSUവിന്റെ യുവജന പ്രസ്ഥാനം, അതായത് KPCCയുടെ കോൺഗ്രസിന്റെ യുവജന പ്രസ്ഥാനമായ KSUവിൽ നിന്നത് അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടി രാജിവെക്കുന്നതോടുകൂടി തന്നെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരുന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികളിലൂടെ നേരിടുന്ന ഒരു കാലമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലം മുമ്പൊന്നുമില്ലാത്ത രീതിയിലുള്ള, സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് കോൺഗ്രസിൽ രൂപപ്പെടുന്നത്. നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇത്തരത്തിലുള്ള സീറ്റ് തർക്കങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു സാഹചര്യം ഇതിനു മുമ്പ് എങ്ങും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒരു ഭാഗത്ത് മുതിർന്ന നേതാവ് കെ സുധാകരൻ അടക്കമുള്ളവർ പാർട്ടി വിട്ടുപോകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പാർട്ടി തന്നെ പ്രതിരോധത്തിലാക്കുന്നു. നേതാക്കളെ അടക്കം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് പോകാൻ
പോകാനൊരുങ്ങുന്നു. മാത്രമല്ല അനുനയ നീക്കങ്ങൾ മറുഭാഗത്ത് നടക്കുന്നു. അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ അവിടെ നിൽക്കുന്നു. മറ്റ് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്തടക്കം സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടെല്ലാം വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിൽക്കുന്നു. അങ്ങനെ കോൺഗ്രസിലും യു ഡി എഫിലും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തന്നെ യുവജന പ്രസ്ഥാനമായ KS നിന്നൊരു രാജി കൂടി വന്നിരിക്കുന്നത്. KS സംസ്ഥാന പ്രസിഡന്റ് തന്നെ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, നേതൃത്വത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തനിക്ക് സീറ്റ് ലഭിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് KS നിന്നും രാജിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിസന്ധി രൂപപ്പെടുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയും വെല്ലുവിളികളിലൂടെയും എല്ലാം കടന്നു പോകുന്ന ഒരു അസാമാന്യ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ KS സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ രാജിവെച്ചിരിക്കുന്നു. സീറ്റ് കിട്ടിയില്ല എന്നതുകൊണ്ടാണ് രാജിവെച്ചിരിക്കുന്നത്. പൂഞ്ഞാറും പാലയും പരിഗണിക്കാം എന്നായിരുന്നു, ഇടുക്കിയിലും പൂഞ്ഞാറും പരിഗണിക്കുമെന്നായിരുന്നു നേതൃത്വം പറഞ്ഞത്. എന്നാൽ അത്തരം പരിഗണനകളൊന്നും ലഭിച്ചില്ല. ശരി പ്രശാന്ത്, വ്യക്തമാണ്. എന്തായാലും കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള അസ്വാരസ്യങ്ങൾ ഇങ്ങനെ ഒരു തുടർക്കഥയാകുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്.